എം ജയചന്ദ്രൻ, ഇവിടെ രാജ്മോഹൻ പറയുന്നതിൽ കാര്യമില്ലേ? കാരണം നാമജപ ഘോഷയാത്ര നടത്താൻ വേണ്ടിയിട്ട് സർക്കുലർ അയച്ചത് NSSന്റെ പെരുന്നേലെ ഓഫീസിൽ നിന്നാണ്. ആ സർക്കുലർ പ്രകാരം നാമജപ ഘോഷയാത്രയ്ക്ക് ഇറങ്ങിയവരാണ് ഭക്തരായിട്ടുള്ള കരയോഗാംഗങ്ങൾ. അവർക്കെതിരെ മൊത്തത്തിലെടുത്ത കേസുകൾ, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലെടുത്ത കേസുകൾ 2635 കേസുകളാണ്. അതിൽ 1940 പെറ്റിയടച്ചോ പിൻവലിച്ചോ എഴുതിത്തള്ളിയോ ഒക്കെ പോയിട്ടുണ്ട്. ബാക്കി ഏകദേശം 695 കേസുകൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ കരയോഗത്തിൽപ്പെട്ട ഭക്തരായിട്ടുള്ള കരയോഗ അംഗങ്ങൾ കൂടി ഉൾപ്പെട്ട കേസുകളാണ്. അതേപോലെ ഇവർക്ക് ആ സമയത്ത് CPM-ൽ നേരിടേണ്ടി വന്നു എന്ന് പറയപ്പെടുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ ഇവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത്ര വേഗം കഴുകിക്കളയാവുന്ന ഒന്നല്ല ഈ കരയോഗ അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രതികരണം എന്നിരിക്കെ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രതിഷേധം നടത്തുന്നത്. അതുകൊണ്ട് നിലവിൽ CPM-ഉം ഭക്തരെ ആ അർത്ഥത്തിൽ അനുകൂലമായി എന്ത് നിലപാടെടുത്തു എന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബോധ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് NSSന്റെ ഈ നിലപാട് മാറ്റമായി കരയോഗാംഗങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, ഇപ്പോഴും പിണറായി സർക്കാർ ഇടതു രാഷ്ട്രീയത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? സജി ചെറിയാൻ പോയി അമൃതാനന്ദമയിയെ കാണുന്നു, അമൃതാനന്ദമയിയുടെ നെറുകയിൽ മുത്തം കൊടുക്കുന്നു, ഒരമ്മയുടെ വാത്സല്യമാണ് എനിക്കുള്ളതെന്ന് പിന്നീട് പറയുന്നു. ശബരിമലയിൽ പോയി തത്വമസിയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നു. ശരിക്കും നമ്മുടെ ഇതൊരു ഇടത് സർക്കാരാണോ? പിന്നെ താങ്കളുടെ ചോദ്യത്തിന് ആദ്യം ചോദിച്ചതിന് തന്നെ മറുപടി പറയണമല്ലോ ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ ആദ്യത്തേന് ആദ്യം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ താങ്കളുടെ ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:30-ക്കാണല്ലോ പെരുന്നയിൽ ഈ ബാലൻസ് ഷീറ്റ് അംഗീകരിക്കുന്നതിനായിട്ടാണ് പ്രതിനിധി സഭായോഗം ചേർന്നത്. ആ യോഗത്തിൽ 11:30-ക്കാണ് മീറ്റിംഗ് തുടങ്ങി പിന്നെ ഈ പ്രശ്നം ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ തന്നെ ഉന്നയിക്കുന്നുണ്ട് ഈ രാവിലത്തെ യോഗത്തിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പുതിയ നിലപാടെന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുന്നത്. പുതിയ നിലപാടല്ല, നമുക്ക് അക്കാര്യത്തിൽ പുതിയ നിലപാടില്ല. പിന്നെ ആചാര സംരക്ഷണം എന്നുള്ളതാണ് NSS സ്വീകരിച്ച നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല, നാളെ വരുത്തുകയുമില്ല. പക്ഷേ വിവാദങ്ങൾ പല രൂപത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് പറയാനുണ്ടെങ്കിൽ, സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം 15 മിനിറ്റ് മാറ്റിവെക്കുകയാണ് എന്നാണ് ജനറൽ സെക്രട്ടറി അറിയിച്ചത്. ഇന്നത്തെ മീറ്റിങ്ങിനെ ഈ 15 മിനിറ്റ് നേരവും ഈ അവിടെ പങ്കെടുത്ത ഒരാൾ പോലും, ഇന്നത്തെ പ്രതിനിധിസഭാ മീറ്റിംഗിൽ പങ്കെടുത്ത ഒറ്റയാൾ പോലും, എല്ലാവരും നേതാക്കന്മാരാണല്ലോ പങ്കെടുത്തവർ, ആരും ഈ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ദന്തഗോപുരങ്ങളിരിക്കുന്ന ദന്തഗോപുരവാസികളായ നേതാക്കന്മാർ എന്ന് അർത്ഥമാക്കേണ്ടതില്ല. അവരെല്ലാം താഴെ തട്ടിൽ തന്നെ നിന്ന് കരയോഗങ്ങളുടെ അടക്കം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ്. അവരിൽ ഒരൊറ്റയാളുടെ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായില്ല ആ മീറ്റിങ്ങിൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്ന്. മറ്റൊന്ന്, 60 താലൂക്ക് യൂണിയനുകളിലായി 5860ഓളം പിന്നെ കരയോഗങ്ങളാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത്. ഏതാണ്ട് 8-9 ലക്ഷം അംഗങ്ങൾ വരും. അതിൽ ഇപ്പോൾ രാജ്മോഹന്റെ കാര്യം അദ്ദേഹം ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാനത് കമന്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു നിലപാട് പറയേണ്ട കാര്യവുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അദ്ദേഹം ഒരു കരയോഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. നാളെ അവരുടെ പൊതുവൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഞാൻ പിന്നെ എൻഡോസ് ചെയ്യാനോ ഖണ്ഡിക്കാനോ വരുന്നുമില്ല. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു സംഘടനാ സംവിധാനമുള്ള NSSന് ഇന്നത്തെ മീറ്റിംഗിൽ ജനറൽ സെക്രട്ടറി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണെന്ന് പറഞ്ഞിട്ട് ആ സമയം തീരുന്നത് വരെയും ഒരാൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളും ഇന്ന് പ്രതിനിധിസഭാ മീറ്റിംഗിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളുമൊക്കെ പരിപൂർണമായും കൈയടിച്ച് പാസാക്കി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഇന്നത്തെ മീറ്റിംഗിൽ പെരുന്നയിൽ ഉണ്ടായത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? രണ്ടാമത്തെ കാര്യം. അപ്പോൾ മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ മാറി മാറി വന്ന മുന്നണികൾ ഭരിച്ചിട്ടുള്ള കേരളം ഇപ്പോഴാണല്ലോ, അടിയന്തരത്തിന് ശേഷം ഇപ്പോഴാണല്ലോ തുടർ ഭരണം വരുന്നത്.
പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NSSന്റെ സഹായം കൊണ്ട് ഏതെങ്കിലും ഒരു LDF സർക്കാർ നാളിതുവരെ കേരളത്തിൽ അധികാരത്തിൽ വന്നതായി NSSO NSSന് സഹായം കിട്ടിയിട്ടാണ് തങ്ങൾ അധികാരത്തിൽ വന്ന LDFO നാളിതുവരെ പറഞ്ഞിട്ടില്ല. പരസ്പരം അത്തരം ഒരു ക്ലെയിം ആർക്കുമില്ല, അവർ തങ്ങളിൽ. അതേസമയം UDFുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ UDFന് സ്ഥിരമായി UDFനെ സംബന്ധിച്ചോളം അവർ അത് അംഗീകരിക്കുന്നവരാണ്. പിന്നെ NSSന്റെ സഹായം തങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്നതിൽ പരസ്യമായി ഒരു മടിയും അവർ പറയാറില്ല. പരസ്യമായി തന്നെ അത് പിന്നെ അംഗീകരിക്കുകയും എൻഡോസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ വൈകുന്നേരം കൊടിക്കുന്നിൽ സുരേഷ്, ചങ്ങനാശ്ശേരിയിലെ MPയും കൂടെയാണല്ലോ അദ്ദേഹം, ആ അസംബ്ലി മണ്ഡലത്തിന്റെ MP ആണ് അദ്ദേഹം അവിടെ ചെല്ലുകയും സംസാരിക്കുക, ഹൈക്കമാൻഡിൻ്റെതടക്കം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടാണ് ചെന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അദ്ദേഹം അവിടെ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞല്ലോ, ഈ പ്രശ്നം, ശബരിമല പ്രശ്നം സംസാരിക്കാനായിട്ട് കോൺഗ്രസോ BJPയോ പെരുന്നയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുകയും ആരും പറയാതിരിക്കുകയും ഒരു തർക്കമോ പ്രശ്നങ്ങളോ സംശയങ്ങളോ ചോദ്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇന്നത്തെ മീറ്റിംഗ് കഴിയുകയും ചെയ്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കാണേണ്ടത്. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? ഒരു പുതിയ നിലപാട് NSS സ്വീകരിച്ചിട്ടില്ല. NSS 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിക്ക് ശേഷം നാമജപ ഘോഷയാത്രയായിട്ട് രംഗത്തിറങ്ങുമ്പോൾ ഒറ്റ മുദ്രാവാക്യമായിരുന്നു ന്യൂക്ലിയസിലുണ്ടായിരുന്ന NSSന്റെ, ആചാര ലംഘനം അനുവദിക്കില്ല. ആ നിലപാട് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. Debate with Dr. Arun Kumar.